ഗീതാ ഗോവിന്ദം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് പോലെ ആ ഒരു കല്യാണം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്കും നമ്മുടെ ഗീതവും ഗോവിന്ദും വരികയുണ്ട്. അപ്പോൾ ഒരു മാക്സിമം നമ്മുടെ രഞ്ജുവിനെ പറഞ്ഞിങ്ങനെ അവിടെ നിന്ന് പിന്മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. 3-4 മാസം കഴിഞ്ഞ് നമുക്ക് നോക്കിയിട്ട് പിന്നീട് നമുക്ക് വിവാഹമായിട്ട് നടത്താം രഞ്ജു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോവിന്ദും ഗീതവും ഒക്കെ ആവുന്നതും പറഞ്ഞ് നോക്കുന്നുണ്ട്. പക്ഷേ രഞ്ജു ആണെങ്കിൽ പട്ടയ്ക്ക് സമ്മതിക്കുന്നില്ല. അപ്പോൾ രഞ്ജു ലാസ്റ്റ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ധ്യാനം ഇഷ്ടമാണെന്നാലും പിന്നെ എന്താണ് ഞങ്ങൾ വിവാഹം കഴിച്ചാൽ ഇനി എനിക്കോ ധ്യാനം വല്ല മാറാ രോഗമുണ്ടോ, ഞങ്ങൾ ആരെങ്കിലും പെട്ടെന്ന് മരിക്കുമോ എന്നൊക്കെ നമ്മുടെ രഞ്ജു ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുവാട്ടെ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദും ഗീതവും ഇങ്ങനെ ഞെട്ടി നിൽക്കുവാട്ടെ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ രഞ്ജുവിന് ഇങ്ങനെ അങ്ങനെ ഒരു മാറാരോഗം ഉള്ളത് കൊണ്ടാണല്ലോ ഈ ഒരു വിവാഹം വേണ്ടാന്ന് ഇവർ വെച്ചിരിക്കുന്നത് പോലും. അപ്പോൾ രഞ്ജു തന്നെ ആ ഒരു കാരണങ്ങളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ ഇവരാകെപ്പാടെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ ഈ ഒരു പ്രൊമോയിലേക്ക് നമുക്ക് കാണുവാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാണ്, നമ്മുടെ ഗോവിന്ദും ഗീതവും അന്ന് വരുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ വിജയലക്ഷ്മി അനാർക്കലി അങ്ങോട്ടൊക്കെയോ മാറ്റുന്നുണ്ട് കേട്ടോ. ചടപടേ എന്ന കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ എന്തായാലും അനാർക്കലി എവിടെയോ ഒളിഞ്ഞു നിന്നൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം മിക്കവാറും രഞ്ജുവും അവർ തമ്മിൽ ഉടക്കിയിട്ട് മിക്കവാറും അനാർക്കലിക്കൊപ്പം താമസിക്കാൻ തന്നെയായിരിക്കും അവരുടെ ഒരു തീരുമാനം കേട്ടോ. കാരണം ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ അനാർക്കലി പറഞ്ഞു, അമ്മയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട, നിന്നെ ഞാൻ മോളും മരുമകനുമായിട്ട് ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ നമ്മുടെ അനാർക്കലി പറഞ്ഞിരുന്നല്ലോ. അപ്പം മിക്കവാറും നമ്മുടെ രഞ്ജു ഇനി അനാർക്കലിക്കൊപ്പം ആയിരിക്കാം താമസിക്കുന്നത് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. മറ്റേ നമ്മുടെ ആ ഒരു കൊലപാതകത്തെ പറ്റി ഒന്നും തന്നെ ഇന്നത്തെ ആ ഒരു പ്രൊമോയിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. അതെന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. അത് ഇപ്പോഴും ആ ഒരു സസ്പെൻസിൽ തന്നെ നിൽക്കുക, ആരാണ് കൊന്നത് എന്ന് ഒരു ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പം ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.